റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമലാൻ ടെലിഗ്വിസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമലാൻ ടെലിഗ്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ ഹലോ, ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അതെ, ആരാ വിളിക്കുന്നത്? മുഹ്സിന. മുഹ്സിന, എവിടുന്നാ വിളിക്കുന്നേ? മുഹ്സിന, എവിടുന്നാ വിളിക്കുന്നത്? പൊന്നാനി. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. 3 ചോദ്യമാണുള്ളത്. 3 എണ്ണത്തിന് ഉത്തരം പറഞ്ഞാല് സമ്മാനം ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വർഷം. നോമ്പ് അതെ. ഓപ്ഷൻസ് വേണോ? 2, 3, 4. 2ാം വർഷം, 3ാം വർഷം, 4ാം വർഷം. ഏത് വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഏത് വർഷമാണ്? 2ാം വർഷം. 2ാം വർഷം. ഉത്തരം ലോക്ക് ചെയ്യാണോ? ഉത്തരം ലോക്ക് ചെയ്യാണോ? 2ാം വർഷം എന്ന ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ? നബിയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത സ്വഹാബി. നബിയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത സ്വഹാബി. നബിയുടെ 2 മക്കളെ വിവാഹം ചെയ്ത സ്വഹാബി. ഓപ്ഷൻ പറയട്ടെ? ഓപ്ഷൻ പറയ്. അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉത്തരം ലോക്ക് ചെയ്യാണോ? ഉത്തരം ലോക്ക് ചെയ്യാണോ? ലോക്ക് ചെയ്തോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന ഉത്തരം ശരിയാണോ നോക്കിയാലോ? ഉത്തരം ശരിയാണ്. അപ്പൊ 2 ചോദ്യത്തിന്റെ ഉത്തരങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. 3ാമത്തെ ചോദ്യം ശരിയാക്കിയാലാണ് സമ്മാനം ലഭിക്കുന്നത്. ഹലോ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 2 ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. 3ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കിയാലാണ് സമ്മാനം ലഭിക്കുന്നത്. അബ്ദുള്ള എന്ന സ്ഥാനപ്പേരുള്ള ഖലീഫ. അബ്ദുള്ള എന്ന സ്ഥാനപ്പേരുള്ള ഖലീഫ. ഓപ്ഷൻ അബൂബക്കർ, ഉസ്മാൻ, അലി. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഹലോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉത്തരം ലോക്ക് ചെയ്യണോ? ലോക്ക് ചെയ്തോ.
ചോദ്യം ഒന്നും കൂടെ കേൾക്കണോ? ചോദ്യം അവനോട് പറഞ്ഞോ. അബ്ദുള്ള എന്ന സ്ഥാനപ്പേരുള്ള ഖലീഫ ആരാണെന്നാ ചോദിച്ചിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു ആണോ? അലി റളിയല്ലാഹു അൻഹു എന്ന ഉത്തരം ലോക്ക് ചെയ്യാണോ? അലി റളിയല്ലാഹു അൻഹു എന്ന ഉത്തരം ശരിയാണ്. മാഷാ അല്ലാ, 3 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ സമ്മാനത്തിന് അർഹത നേടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എന്റെ പേര് ഹൈദർ അലി. ഹൈദർ അലി. ഹൈദർ അലി എവിടുന്നാ വിളിക്കുന്നേ? ആനക്കര. ആനക്കര. എന്ത് ചെയ്യുന്നു? കച്ചവടമായിരുന്നു. കച്ചവടാണ്. റമലാനൊക്കെ ഉഷാറല്ലേ? എന്താ? റമലാനൊക്കെ ഉഷാറല്ലേ? അതെ, ഉഷാറായിട്ട് പോകാം. ചോദ്യത്തിലോട്ട് കടന്നാലോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. 3 ചോദ്യാണുള്ളത്. 3 എണ്ണത്തിന് ഉത്തരം പറഞ്ഞാല് സമ്മാനം ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യക്കാരുടെ മീഖാത്ത്. ഓപ്ഷൻ പറയട്ടെ? എന്താ ഓപ്ഷൻ പറയട്ടെ? പറഞ്ഞോളൂ. ജുഅഫ, യലംലം, മദീന. യലംലം. യലംലം എന്ന ഉത്തരം ലോക്ക് ചെയ്യാണോ? യലംലം എന്ന ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാലോ? നബിയുടെ ജനാസ നിസ്കരിച്ച ഏക പത്നി. നബിയുടെ ജനാസ നിസ്കരിച്ച ഏക പത്നി ആരാണ്? സഫിയ, സൈനബ്, റംല. സൈനബ്. സൈനബ് എന്ന ഉത്തരം ലോക്ക് ചെയ്യാണോ? സൈനബ് എന്ന ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ഉത്തരവും കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. മൂന്നാമത്തെ ചോദ്യം, ഇസ്ലാമിന്റെ പ്രമാണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പണ്ഡിതൻ. ഇസ്ലാമിന്റെ പ്രമാണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പണ്ഡിതൻ ആരാണ്? ഇമാം ഗസാലി, മാലിക്കി, അനസ്. ഇമാം ഗസാലി ഉറപ്പിക്കുകയാണോ? ലോക്ക് ചെയ്യട്ടെ? ഉത്തരം ശരിയാവോ? അതെ, അപ്പൊ ഉത്തരം നോക്കാല്ലേ? ഇമാം ഗസാലി എന്ന ഉത്തരം ശരിയാണ്. മാഷാ അല്ലാ, 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പാട്ടൊക്കെ പാടുവോ? പാട്ട് പാടില്ല മോളെ. പാട്ട് പാടൂലേ? പാട്ട് ആസ്വദിക്കും. അപ്പൊ ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കാട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ ദുആ ചെയ്യണം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമലാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അബു ഫൈസാൻ. എവിടുന്നാ വിളിക്കുന്നേ? പന്താവൂര്. എന്ത് ചെയ്യുന്നു? വെറുതെ ഇരിക്കാണ്. റമലാൻ ആയതുകൊണ്ട് വെറുതെ ഇരിക്കാണോ? റമലാനൊക്കെ എങ്ങനെ പോകുന്നു?
ഒന്നാമത് പോണത് രസമൊന്നുമില്ല, എല്ലാം നല്ല ചൂടുണ്ട്. ചൂടുണ്ട് അല്ലേ? ഒന്നാമത്തെ ചോദ്യം, ഹിറാ ഗുഹയുള്ള മല. ചോദ്യം എന്താ? ഹിറാ ഗുഹയുള്ള മല. ഹിറാ ഗുഹയുള്ള മല ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഹീറാഗോയിലെ മലേ? ആ, ഓപ്ഷൻ എന്താ? ഓപ്ഷൻ ഉണ്ട്. ആ, ജബലു റഹ്മ, ജബലു നൂർ, ജബലു സൗർ. അത് ഈ ഗുഹയിലുണ്ട്, തങ്ങൾ ഇരുന്ന ഗുഹയാണോ? അതെ ഇസ്രായേൽ പറഞ്ഞ ഗുഹയാണോ? അതെ അതെ, അപ്പൊ ജബന്നൂറല്ലേ? ജബലു നൂറാണ്. ഉത്തരം ലോക്ക് ചെയ്യാണോ? എന്നാൽ ഓക്കെ ചെയ്യാം. ജബലു നൂർ എന്ന ഉത്തരം ശരിയാണ്. ആ, ശരിയാണ്. ഞാൻ വിചാരിച്ചു വേറെ എന്തൊക്കെയാണ്. രണ്ടാമത്തെ ചോദ്യത്തോട്ട് കടന്നാലോ? ആ, ചോദിക്കാം. സൗർ ഗുഹയിൽ നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എത്ര ദിവസം താമസിച്ചു? ഓപ്ഷൻ പറയൂ. 3, 4, 2. 3, 4, 2 വല്ലാതെ ചോദ്യല്ലോ. ഞാൻ 2 വെക്കാം. 2 എന്ന ഉത്തരം ലോക്ക് ചെയ്യണോ? ലോക്ക് ചെയ്യാം. തെറ്റായി ചെയ്യാം. ലോക്ക് ചെയ്യാം. ചോദ്യം ഒന്നും കൂടെ വായിക്കണോ? സൗറെന്ന ഗുഹയിൽ നിബിത്തങ്ങൾ എത്ര താമസിച്ചെന്നാണോ? നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും എത്ര ദിവസം താമസിച്ചു? ആ, അത് 3 കേട്ടാ. 3 എന്ന ഉത്തരം ലോക്ക് ചെയ്യണോ? ശരിയാണെങ്കിൽ ഓക്കെ, തെറ്റാണെങ്കിൽ ഓക്കെ ചെയ്യണ്ട. ശരിയാവോ ഇല്ലേ? എന്താ നിങ്ങക്ക് തോന്നുന്നത്? എന്താ ശരിയാവോ? ശരിയാവും തോന്നുന്നുണ്ട്. ശരിയാവും തോന്നുന്നുണ്ട്. ആ, അപ്പൊ നേരത്തെ 2 പറഞ്ഞതോ? അത് നിങ്ങള് അത് തെറ്റാൻ തോന്നിയിട്ട്. തെറ്റാന്ന് തോന്നി. ഒന്നും കൂടെ ചോദ്യം കേട്ടപ്പോഴാണ് മനസ്സിലായത്. ആ, അപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ആ, 3 എന്ന ഉത്തരം ശരിയാണ്. ആ, 2 ചോദ്യത്തിന് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ശരിയാക്കിയാലാണ് സമ്മാനം ലഭിക്കുക. ഈ ചോദ്യം ഒരു ചോദ്യം കൂടെ ഉണ്ട്, അതിന്റെ ഉത്തരം ശരിയാക്കിയാലാണ് സമ്മാനം ലഭിക്കുക. അതെ ചോദിക്കൂ. ആദ്യമായി ഖുർആൻ മനഃപ്പാടമാക്കിയ സ്വഹാബി വനിത. ആരൊന്നും ഓപ്ഷൻ പറയട്ടെ? ഉത്തരം പറഞ്ഞു. ആരും അറിഞ്ഞത് ഒന്ന് ഓപ്ഷൻ പറയും. ആയിഷ ബിൻത്ത് അബൂബക്കർ, ഹഫ്സ ബിൻത്ത് ഉമർ, ഫാത്തിമ ബിൻത്ത് മുഹമ്മദ്. ശരിക്കും പറഞ്ഞ ഉത്തരം കിട്ടാതൊരു ചോദ്യമാണ്. ഈ കുട്ടി പഠിക്കാതെ കുട്ടിയെ മാത്രമേ അറിയോ? ആരാണ് ഇഖ്ലാഖിയുടെ കുട്ടിയെ അറിയോ? ഐഷബിയെ ഉത്തരം. ആയിഷ ബിൻത്ത് അബൂബക്കർ എന്ന ഉത്തരം ലോക്ക് ചെയ്യാണോ? ആ, അങ്ങനെ ഈ കുട്ടി പറയണത് ശരിയാണോ? ആയിഷ ബിൻത്ത് അബൂബക്കർ എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഹഫ്സ ബിൻത്ത് ഉമർ ആണ് ട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ കുട്ടി തിരിച്ചാണ്. സാരല്ല, വീണ്ടും വിളിക്കാട്ടോ. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമലാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എന്താണ്? ത്വാഹിൽ. എവിടുന്നാ വിളിക്കുന്നത്? ഉറങ്ങ്. എന്ത് ചെയ്യുന്നു? ഒന്ന് സൗണ്ട് ക്ലിയർ ആക്കി പറയണം കേട്ടോ. ആ, ഓക്കെ. റമദാനൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല അല്ലേ? ചോദ്യത്തിലോട്ട് കടന്നാലോ? 3 ചോദ്യമാണുള്ളത്. 3 ചോദ്യങ്ങളാണുള്ളത്. 3 എണ്ണത്തിന് ഉത്തരം പറഞ്ഞാല് സമ്മാനം ലഭിക്കും. ചോദിക്കട്ടെ? ഖദീജ ബീവി വഫാത്താകുമ്പോൾ എത്ര വയസ്സായിരുന്നു? ഖദീജ ബീവി വഫാത്താകുമ്പോൾ വയസ്സ് എത്ര? ആ, ഓപ്ഷൻ 63, 64, 65. 63,
64, 65. 63. 63ആണോ? ആ 63 എന്ന ഉത്തരം ലോക്ക് ചെയ്യാണോ? ആ 63 എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 65 ആണ്. 65 തരാം. ആ കുഴപ്പമില്ല, വീണ്ടും വിളിക്കാട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമലാൻ ടെലിവിസിലേക്ക് സ്വാഗതം. ആ ആരാ വിളിക്കുന്നത്? ബൽക്കീസ്. ബൽക്കീസ്. എവിടുന്നാ വിളിക്കുന്നേ? പൊന്നാനി ബസ് സ്റ്റാൻഡ്. പൊന്നാനി. എന്ത് ചെയ്യുന്നു? ഹലോ ഹലോ, ബൽക്കീസ്, എന്ത് ചെയ്യുന്നു? കേട്ടില്ല. എന്ത് ചെയ്യുന്നു? എന്താ വീട്ടിന്ന്? ഹൗസ് വൈഫ് ആണ്. ഓക്കെ. ആ റമലാനൊക്കെ ഉഷാറല്ലേ? ആ ആ ഉഷാറാണ്. എന്നാ ചോദ്യം ചോദിക്കട്ടെ. ആ ആ 3 ചോദ്യങ്ങളാണുള്ളത്. 3 എണ്ണത്തിന് ഉത്തരം പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ആ ഒന്നാമത്തെ ചോദ്യം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിക്ക് നബി നൽകിയ മഹർ എത്ര? ഓപ്ഷൻസ് വേണോ? 300 ദിർഹം, 400 ദിർഹം, 500 ദിർഹം. 300 ദിർഹം, 400 ദിർഹം. 300 ദിർഹം, 400 ദിർഹം, 500 ദിർഹം. ഒന്നുകൂടി പറയാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിക്ക് നബി നൽകിയ മഹർ എത്ര? ആ ഓപ്ഷൻസ് 300 ദിർഹം, 400 ദിർഹം, 500 ദിർഹം. 400 ദിർഹം. 400 ദിർഹം. ഉത്തരം ലോക്ക് ചെയ്യാണോ? ആ 400 ദിർഹം എന്ന ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം 500 ദിർഹമാണ് ട്ടോ. ആ ആ കുഴപ്പമില്ല, വീണ്ടും വിളിക്കുക. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമലാൻ ടെലിവിസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിച്ചു. നാളെ ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കൂടാം. അസ്സലാമു അലൈക്കും. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ 1/4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.